ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്ക് പത്തിരിപ്പാല ശാഖയിലെ മുക്കുപണ്ട പണയ തട്ടിപ്പിൽ പണം തട്ടിയ ജീവനക്കാരിൽ നിന്നും തുക തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി ബാങ്ക് ഭരണസമിതി. അരക്കോടിയോളം രൂപയുടെ തട്ടിപ്പിന്റെ കഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത്. പത്തിരിപ്പാല ശാഖയിലെ ബാങ്ക് ജീവനക്കാരനും 3 കുടുംബാംഗങ്ങളും പ്രതിസ്ഥാനത്തുള്ള കേസിലാണ് പണം തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചത്. ബാങ്കിലെ സീനിയർ അക്കൗണ്ടന്റായ മോഹനകൃഷ്ണനിൽ നിന്നും തുക തിരിച്ചുപിടിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി ബാങ്ക് ചെയർമാൻ യു രാജഗോപാൽ പറഞ്ഞു. പ്രതികളെ പിടികൂടുന്നതിനായി പോലീസിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും തട്ടിപ്പ് വിഷയം റിസർവ് ബാങ്കിനെയും സഹകരണ വകുപ്പിനെയും അറിയിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായും ചെയർമാൻ പറഞ്ഞു. കൊല്ലം ജില്ലയിലുള്ള ഒരു ഹരിലാൽ, തിരുവനന്തപുരം ജില്ലയിലുള്ള അരവിന്ദ്, ഈ 2 പേരും ഇവിടെ പണയം വെച്ചിട്ടുണ്ട്. ആ പണയ വസ്തു സ്വീകരിച്ചത് മോഹനകൃഷ്ണനാണ്. ഇവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിൽ കൈമാറിയിട്ടുണ്ട്. ഇവരുടെ ഒരു ID പ്രൂഫ് നമ്മുടെ കയ്യിൽ, ID പ്രൂഫൊക്കെ വാങ്ങിയിട്ടുള്ള ആ 2 ID പ്രൂഫും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് എന്താണ് എന്ന് നമുക്ക് പറയില്ല. ഇത് പോലീസ് അന്വേഷണത്തിൽ അറിയാൻ പറ്റൂ. കാരണം പോലീസ് അന്വേഷണത്തിൽ ഇന്നലെ ഞാൻ SI വിളിച്ചിരുന്നു. അപ്പോൾ പിടികൂടാനുള്ള ഊർജിതമായ ശ്രമങ്ങൾ നടക്കുകയാണ്, അടുത്ത് തന്നെ പിടികൂടും എന്നാണ് SI പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വേഗത്തിൽ വേണ്ടത് പിടികൂടണം. പിടികൂടി ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്, പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട്. കാരണം അതൊരു പൊതുസ്ഥാപനമാണല്ലോ, അവർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ചെയ്യും എന്ന ഉറപ്പ് ഇന്നലെ വൈകുന്നേരം നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്, ഇത് റിസർവ് ബാങ്കിൻ്റെ ലൈസൻസ് ഉള്ള ബാങ്ക് കൂടിയാണ്. ആ നിലയ്ക്ക് അവരെ ഈ വിഷയങ്ങൾ രേഖാമൂലം അറിയിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് അവരെ അറിയിക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല സ്റ്റേറ്റ് കോപ്പറേറ്റീവ് വിഭാഗം, സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെയും കൂടി ഭാഗം കൂടിയാണ്, രണ്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളിപ്പം രാവിലെ റിപ്പോർട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിയമപരമായി ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് മാർച്ച് മാസം 1-ാം തീയതിയാണ്. അത് പിന്നെ മാനേജർ പുറത്തു പോകുന്ന സന്ദർഭത്തിൽ പകരം ഒരാളെ മാനേജർക്ക് ചുമതലപ്പെടുത്തേണ്ടതുണ്ട്. അത് ഈ മോഹനകൃഷ്ണൻ, സീനിയർ അക്കൗണ്ടൻ്റായ മോഹനകൃഷ്ണനെയാണ് എല്ലാ സമയത്തും ചുമതലപ്പെടുത്തുക. കാരണം അങ്ങനെ പാടും, ഒരു സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണല്ലോ, തൊട്ട് സീനിയർ മോസ്റ്റ്. യെസ്. അപ്പോൾ ഈ മാനേജർ എപ്പോൾ പുറത്തു പോകുന്നോ, ഇയാൾക്ക് എപ്പോൾ ചാർജ് കിട്ടുന്നോ, ആ സന്ദർഭത്തിനാണ് ഇതെല്ലാം നടന്നത്. പ്രതികളിൽ നിന്ന്, ഈ ജീവനക്കാരിൽ നിന്ന്, മോഹനകൃഷ്ണനിൽ നിന്ന്, സീനിയർ അക്കൗണ്ടൻ്റായ മോഹനകൃഷ്ണനിൽ നിന്ന്. മറ്റു പ്രതികളുടെ അതുപോലെ നമ്മൾ ഈ പ്രോപ്പർട്ടി നോക്കുന്നുണ്ടോ? എങ്ങനെയാണ് ബാങ്കിന് ചെയ്യാനുള്ള ബാങ്ക് ജീവനക്കാരൻ്റെ, മറ്റ് നമുക്ക് പറ്റില്ലല്ലോ. അത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല, അത് പോലീസും ഇതുമായി ബന്ധപ്പെട്ട കാര്യം. നമുക്ക് നമ്മുടെ ജീവനക്കാരൻ ഈ തട്ടിപ്പ് നടത്തി എന്നതാണ് വിഷയം. അപ്പോൾ തട്ടിപ്പ് നടത്തിയ ജീവനക്കാരൻ്റെ ആസ്തി അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് ബാങ്കിന് ചെയ്യാനുള്ളത്. മറ്റേ നമുക്ക് ചെയ്യാൻ പറ്റില്ലോ, നമ്മുടെ അധികാര പരിധിയിൽ വരുന്നല്ല. ഇത് നമുക്ക് ചെയ്യാം. അതിൻ്റെ പരിപാടികളായി കഴിഞ്ഞു. അതിൻ്റെ പരിപാടി 27 ലക്ഷം രൂപയുടെ തട്ടിപ്പിന് പുറമെ കഴിഞ്ഞ ദിവസം ബാങ്ക് രേഖകൾ വിശദമായി പരിശോധിച്ചപ്പോൾ 18.50 ലക്ഷം രൂപ കൂടി നഷ്ടം വന്നതായി കണ്ടെത്തിയിരുന്നു. കൊല്ലം, തിരുവനന്തപുരം സ്വദേശികളായ 2 പേരും കൂടി തട്ടിപ്പിൽ ഉൾപ്പെട്ടതായി സംശയിക്കുന്നതായും ഇവരുടെ വിവരങ്ങൾ പോലീസിന് കൈമാറിയതായും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. ബാങ്ക് മാനേജർ പുറത്തു പോകുന്ന സാഹചര്യങ്ങളിൽ മോഹനകൃഷ്ണന് ചാർജ് നൽകുന്ന സമയങ്ങളിലാണ് തട്ടിപ്പ് നടത്തിയിരുന്നത്. മോഹനകൃഷ്ണന്റെ സഹോദരി കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ ലക്ഷ്മി ദേവി, CPM തേൻകുറിശി ലോക്കൽ കമ്മിറ്റി അംഗമായ KV വാസുദേവൻ, മകൻ വിവേക് എന്നിവർക്കെതിരെയാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്കിടെ വിവിധ ഘട്ടങ്ങളിലായി ഉദ്യോഗസ്ഥനും കുടുംബാംഗങ്ങളും ചേർന്ന് മുക്കുപണ്ടങ്ങൾ പണയം വെച്ച് പണം തട്ടിയെന്നായിരുന്നു ബാങ്കിന്റെ പ്രാഥമിക പരിശോധനയിലെ കണ്ടെത്തൽ. പിന്നാലെ മാനേജർ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പൂരാഘോഷങ്ങൾ വരവായി പൂരത്തെ വരവേൽക്കാൻ ഒറ്റപ്പാലം കനിഹയും ഒരുങ്ങി. കനിഹ വെഡ്ഡിംഗ് സെന്റർ ഒരുക്കുന്നു പൂരം മെഗാ സെയിൽ. കനിഹ വെഡ്ഡിംഗ് സെന്റർ, ഒറ്റപ്പാലം.